വേറൊന്നുമല്ല വന്നിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് മീ ജ്വലീവിയ. ഇന്ന് വേറൊന്നും പറയാനല്ല വന്നത്. ബിഗ് ബോസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് എല്ലാവരും അറിഞ്ഞോന്ന് അറിയാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്നാണ്. വേറൊന്നുമില്ല, നമ്മുടെ മസ്താനിയും പ്രവീണും എവിക്റ്റഡാണ്. പ്രവീൺ എവിക്റ്റഡായതിൻ്റെ ഒരു ചിന്തയൊന്നും മനസ്സിൽ പോണില്ല. പക്ഷെ മസ്താനിയുടെ എവിക്ഷൻ വാസ് അടിപൊളി. അടിച്ചണ്ണാക്കി കിട്ടിയെന്ന് പറയില്ല, അത് തന്നെ സെയിം. എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ മനസ്സ് മാറാൻ വേണ്ടി അവൾ തന്നെ ഉണ്ടാക്കിയ കണ്ടൻറ്റ്, സംഭവം റീച്ചാവുമെന്ന് വിചാരിച്ച കണ്ടൻറ്റ് നേരെ ഓപ്പോസിറ്റിൽ തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം. ആദിലേനെയും നൂറേനെയും പറഞ്ഞത് ആർക്കും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടോ എനിക്കും അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒനീലിൻ്റെ സംഭവം ആയാലും ഒനീൽ സ്വപ്നത്തിൽ പോലും വിചാരില്ല. ഒനീൽ അവിടെ ഒരു ഭയങ്കര സംഭവമായില്ലേ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര ഒരു പാവം, പുള്ളി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റായി. പക്ഷെ അത് നേരെ തിരിഞ്ഞത് മസ്താനിക്കാണ്. മസ്താനി വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല, ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇന്ന് എവിക്റ്റാവുന്നു. ആൻഡ് ആര്യനും അക്ബറൊക്കെ പുലിക്കളി കളിച്ചതിൽ ഒരു വ്യത്യാസമില്ല. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സത്യമല്ലേ, നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ആൾ പുറത്തേക്ക് പോകണമെന്ന്. കറക്റ്റ് ആ പ്രാവശ്യം അവർ പുറത്തേക്ക് പോകണം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ ആ സമയത്ത്. പിന്നെന്താ, ഹോപ്പ്ഫുള്ളി ഗുഡ്. ഇപ്പം മസ്താനി ഇറങ്ങിയപ്പോൾ പ്രേക്ഷകരുടെ മുഖം കഴിച്ചിൽ പറയാമെന്ന് മാസ്കൊക്കെ ഇട്ട് വന്ന് മീഡിയക്കാരുടെ അടുത്തൊന്നും മിണ്ടാതെ കാറടച്ച് പോകുന്നുണ്ട്. എനിവേസ്, happy eviction, Mastani. Thank you so much for watching. Till then, take care. Bye bye.